ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. തേങ്ങയോ തേങ്ങാപ്പാലോ ചേർക്കാത്ത ഈ ചിക്കൻ കറി അടിപൊളി ടേസ്റ്റാണ്. ഈ ചിക്കൻ കറി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ കൈകളിലുള്ള ചേരുവകളൊക്കെ കൊണ്ട് തന്നെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട ചേരുവയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ചിക്കൻ ഒന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഹാഫ് സ്ലൈസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ് ചേർക്കുന്നത്. ഞാൻ അവിടെ എടുത്തു വെച്ചിരുന്ന 2 വലിയ സവാള കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് ഏകദേശം ഒരു 250 ഗ്രാം സവാള ഉണ്ടാകും. അത്രയും സവാള ഇതിലേക്ക് ചേർക്കണം. ചിക്കൻ ഒരു 500 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും സവാള ചേർക്കണം. സവാള ഒന്ന് നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് നിറം മാറി മൊരിഞ്ഞു വരുന്നത് വരെ ഫ്രൈ ചെയ്യാം. മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ സവാളയൊക്കെ മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഒരു 12 വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. 1 ഇഞ്ച് നീളത്തിൽ 2 കഷ്ണം ഇഞ്ചിയും ചതച്ചതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ച് തന്നെ ഇതിലേക്ക് ചേർക്കണം കേട്ടോ. ഇനി മുരിഞ്ഞു തുടങ്ങിയ സവാളയിൽ കിടന്ന് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചൂടാകണം. സവാള നല്ലതുപോലെ ഫ്രൈ ആകുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും പാകത്തിന് കുക്കായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി പ്യൂരി ആക്കിയത് ഇതിലേക്ക് ചേർക്കാം. ചൂടുവെള്ളത്തിലിട്ട് ബ്ലാൻഡ് ചെയ്തെടുത്ത തക്കാളിയുടെ തൊലി കളഞ്ഞിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ്. തൊലി കളഞ്ഞിട്ട് വേണം തക്കാളി അരച്ചെടുക്കാൻ. ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് 3 വലിയ പച്ചമുളക് 2ആയി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയിലെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി എണ്ണ തെളിയുന്നത് വരെ മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യാം. തക്കാളി വേഗത്തിൽ കുക്കാകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവിക്ക് വേണ്ട ഉപ്പ് നമുക്കിപ്പോൾ ചേർക്കാം. ഇനി നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് തക്കാളിയൊക്കെ നല്ലതുപോലെ വെള്ളം വറ്റി വരുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെള്ളം വറ്റിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഈ മസാല പൊടിച്ചതാണ്. ഗരം മസാല ഈ പാകത്തിനാണ് എടുക്കേണ്ടത്. 2 ടീസ്പൂൺ വലിയ ജീരകം ചേർക്കണം. അതാണ് ഇതിലെ സ്പെഷ്യലായിട്ടുള്ള ചേരുവ. അതെല്ലാം കൂടി ഞാൻ പൊടിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് കുക്കായി പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാം. ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സായി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. 500 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 500 ഗ്രാം ചിക്കന് വേണ്ട മസാലയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കൻ കറി വെക്കാനാണെങ്കിൽ ഇപ്പോൾ എടുത്തിട്ടുള്ള മസാല എല്ലാം ഇരട്ടിയായിട്ട് എടുക്കണം. ചിക്കൻ പീസസ് ചേർത്തതിന് ശേഷം ഈ മസാലയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം മസാലയിൽ പൊതിഞ്ഞ രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഹീറ്റിൽ ചൂടാക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കും. അതിനുവേണ്ടി നമുക്ക് 5 മിനിറ്റ് മീഡിയം ഹീറ്റിൽ മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ വേകാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല ചൂടുവെള്ളം ചേർക്കണം കേട്ടോ. ചിക്കൻ വേകാനായിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ 2 കപ്പ് വെള്ളം ചൂടാക്കി ഇതിലേക്ക് ചേർക്കുകയാണ്. ഞാനിപ്പോൾ തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്.
അതുകൊണ്ടാണ് നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് തിളക്കുന്നത്. ഇനി ഇളക്കി കൊടുത്ത് ഈ മസാല നന്നായിട്ട് ഈ വെള്ളവുമായി മിക്സ് ചെയ്യാം. ഇപ്പോൾ മസാലയൊക്കെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. നല്ല കുറുകിയ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇനി മൂടി വെച്ച് നമുക്കൊരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. തേങ്ങയോ തേങ്ങാപ്പാലോ ചേർക്കാത്ത ഒരു ചിക്കൻ കറിയാണിത്. അതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് കശുവണ്ടി പാല് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പകുതിയായി പൊളിച്ച കശുവണ്ടിയാണ്. അതൊരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. മുഴുവൻ കശുവണ്ടി ആണെങ്കിൽ ഒരു 6 എണ്ണം നേരിയ ചൂടുവെള്ളത്തിൽ 1 മണിക്കൂർ കുതിർത്തിയിട്ട് എടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് 1/2 കപ്പ് വെള്ളത്തിൽ അരച്ച് പാലാക്കി എടുക്കണം. ഇപ്പം നമ്മുടെ കറി 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറന്നൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു. ഇതിലേക്ക് ഇനി നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന കശുവണ്ടി പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളത്തിലാണ് ഞാൻ കശുവണ്ടി പാലാക്കി അരച്ചെടുത്തത് കേട്ടോ. 1/2 കപ്പ് കശുവണ്ടി പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 6 കശുവണ്ടി കുതിർത്തി ഉണ്ടാക്കിയ പാലാണ്. വളരെ ഹെൽത്തിയാണ്. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കഴിച്ചാൽ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേണമെങ്കിൽ നമുക്ക് നല്ല കട്ടിയിലുള്ള തേങ്ങാപ്പാലും ചേർക്കാം കേട്ടോ. തേങ്ങാപ്പാലും തേങ്ങയൊക്കെ കഴിക്കാൻ പാടില്ലാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. ചെറിയ രീതിയിൽ കശുവണ്ടി അരച്ച് ചേർത്തുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഹെൽത്തിയുമായിരിക്കും. ഇനി കശുവണ്ടി പാലിൽ കിടന്ന് ഇതൊരു 5 മിനിറ്റ് തിളക്കണം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരാത്തത് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അത് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ കശുവണ്ടി പാല് ചേർത്തിട്ട് ഇത് തിളക്കാൻ തുടങ്ങിയിട്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അപാര രുചിയായിരിക്കും. അല്പം പഞ്ചസാര ചേർത്ത് ഇത് ചൂടാക്കിയെടുത്താൽ. ഇനി ഒരു 2 മിനിറ്റും കൂടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. 2 മിനിറ്റിന് ശേഷം കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേണം ഇത് സെർവ് ചെയ്യാൻ. വേപ്പില ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റെങ്കിലും നമ്മളിത് മൂടി വെച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ ഒന്നുകൂടി തിക്കായി കഷ്ണങ്ങളിൽ പിടിക്കുന്ന രൂപത്തിലാകും. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഞാനിത് സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കട്ടിയിലാണ് ഗ്രേവി ഇരിക്കുന്നത്, നല്ല പൊതിഞ്ഞ രൂപത്തിലാണ്. ഇതിൻ്റെ ഗ്രേവി അടിപൊളിയാണ് കേട്ടോ. ഒന്ന് തൊട്ട് നാവിൽ വെച്ചാൽ എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഈ ചിക്കൻ കറിയുടെ കൂടെ പൊറോട്ടയും നെയ്ച്ചോറൊക്കെ എത്ര കഴിച്ചാലും മതിയാവില്ല. പിന്നെ എന്തിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.